നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഒരു വനിതയുണ്ട്. നാദാപുരത്തുകാരി ശരണ്യ ട്രക്കിങ്ങിനിടെ കാട്ടിൽ പെട്ടുപോവുകയും 4 ദിവസം കാട്ടിൽ കഴിഞ്ഞിട്ടും യാതൊരു ക്ഷീണമോ പതർച്ചയോ തളർച്ചയോ ഇല്ലാതെ തിരിച്ച് നാട്ടിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ശരണ്യ. അപ്പോൾ മുതൽ ആഘോഷങ്ങൾ തുടങ്ങി. എല്ലാവരും ശരണ്യയെ വല്ലാതങ്ങ് ആഘോഷിക്കുകയാണ്. ഈ 4 ദിവസം അവിടെ കാട്ടിൽ കഴിഞ്ഞിട്ടും ഒരു ക്ഷീണവും ഏൽക്കാതെ, രക്ഷപ്പെടാൻ ഒരു സാധ്യത പോലും തേടാതെ എവിടെയായിരുന്നു ശരണ്യ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സാധാരണഗതിയിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ കഴിയും. അതിനിടയിൽ അമ്മ പറയുന്നു തൻ്റെ മകൾ നോമ്പെടുത്തിരുന്നു, നോമ്പെടുത്തതിൻ്റെ പുണ്യത്തിലാണ് കഴിഞ്ഞ 4 ദിവസമായി ഇങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിയുമെന്നറിയാമായിരുന്നു, ആഹാരമില്ലാതെയും അവർക്ക് സർവൈവ് ചെയ്യാമെന്ന്. ഏതായാലും ട്രക്കിങ്ങിന് പോകരുതാത്ത സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നു, അവിടെ പെട്ടുപോകുന്നു, ഒരിക്കലും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നില്ല. പിന്നീട് നാട്ടുകാരും പോലീസും വനം വകുപ്പും എല്ലാം നടത്തിയ തെരച്ചിലിൽ അവരെ കണ്ടെത്തുമ്പോഴും യാതൊരു ക്ഷീണമോ പതർച്ചയോ തളർച്ചയോ ഇല്ലാതെ 4 ദിവസം കാട്ടിൽ കഴിഞ്ഞപ്പോൾ വളരെ ആരോഗ്യവതിയായി കാണപ്പെടുന്നൊരു യുവതി. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ ഇടപാടുകൾ എന്താണെന്ന് NIA അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും നാദാപുരം എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. NDFൻ്റെ തുടക്കം, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് അന്ന് പേരുണ്ടായിരുന്ന NDFൻ്റെ തുടക്കം നാദാപുരത്ത് നിന്നാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ രീതിയും ഭാവവും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ എവിടൊക്കെയോ സംശയിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ ചില ന്യായമായ സംശയങ്ങൾ പല വ്യക്തികളും ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പർവ്വതാരോഹകൻ കൂടിയായ ഷെയ്ഖ് അഹമ്മദ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഒരാൾ യാതൊരു കാരണവും കൂടാതെ അവിടെ ട്രക്കിങ്ങിന് പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തേടുന്നില്ല, അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഷെയ്ഖ് ഹസൻ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ സംശയം ന്യായമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ശരണ്യ തിരിച്ചു വന്നു. ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്, കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കോ വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം, ഭീകരതയാണ്, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 6:45 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടുങ്കാടാണ്. അപ്പം അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്ന്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാണ് പറയുന്നത്, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ലേ, നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. കാരണം ഒരുപാട് ട്രക്കിങ് ചെയ്താണ് ഞാൻ. ഒരുപാട് ട്രക്കിങ് ചെയ്യുന്നവർ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ, വളരെ സിമ്പിളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ലാതെ 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ട്രക്കിങ് ഹൈക്കിങ് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ നമുക്കിത് ചർച്ച ചെയ്യാം. ഓപ്പൺ ടു യു. ഇവിടെയാണ് ഓരോരുത്തരും പറയുന്ന വാക്കുകളുടെ പ്രസക്തി. ട്രക്കിങ്ങിൽ മുൻപരിചയമുള്ള പർവ്വതാരോഹകൻ കൂടിയായ ഷെയ്ഖിൻ്റെ വാക്കുകൾക്ക്
വളരെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ട വിഷയങ്ങളും ഇതുതന്നെയാണ്. നാദാപുരത്തുകാരി പെൺകുട്ടി ഒരു ക്ഷീണവും കൂടാതെ കാട്ടിലകപ്പെട്ട് കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകളൊന്നും നേടാതെ തിരിച്ചു വന്നു എങ്കിൽ എവിടെയായിരുന്നു ഈ 4 ദിവസം ഈ പെൺകുട്ടി? ആരാണ് ഈ പെൺകുട്ടിക്ക് സഹായം ചെയ്തു കൊടുത്തത്? മാവോയിസ്റ്റുകളുമായോ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ? ഈ പെൺകുട്ടി എവിടേക്കാണ് പോയത്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. സിമി അടക്കമുള്ള സംഘടനകൾ വാഗമണ്ണിലും മറ്റും ക്യാമ്പ് നടത്തിയത് ഇങ്ങനെ മനുഷ്യവാസമില്ലാത്ത കാടുകളിലും മനുഷ്യൻ എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിലുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ 4 ദിവസവും ഈ പെൺകുട്ടിക്ക് ഒരു ക്ഷീണമോ പതർച്ചയോ തളർച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സഹായവും കിട്ടാതെ ആ പെൺകുട്ടിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. തീർച്ചയായും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷീണമില്ലാതെ പെൺകുട്ടി തിരിച്ചെത്തിയെങ്കിൽ ആ പെൺകുട്ടിക്ക് സഹായം ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എവിടെ നിന്നാണ് പെൺകുട്ടിക്ക് സഹായം ലഭിച്ചത്? എന്തായിരുന്നു പെൺകുട്ടിയുടെ മോട്ടീവ്? എന്തിനാണ് 4 ദിവസം അവിടെ പോയി താമസിച്ചത്? ആരാണ് സഹായം ചെയ്തത്? ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ? ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ NIA തന്നെ നടത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന ഇത്തരം ചില പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.